കൊപ്പൽ പോവാ ുന്നത് ജോലി സംബന്ധമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വേറെ എന്താന്ന് വെച്ചാൽ ഇനി കൊപ്പലിൽ നിന്ന് ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വേണം നാട്ടിലേക്ക് പോവാൻ. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ പോവാണ്. നാട്ടിലേക്കുള്ള ബസ് വരുന്നവരെ കുറേ നേരം ലുലു മോളിലിരുന്നു കേട്ടോ. ആളിൽ ഒരുപാട് പേര് വന്നും പോയി കൊണ്ടിരിക്കുന്നു. ഇതിനിടെ 9:45 ബസ്സിൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കയറി നാട്ടിലേക്ക്. നാട്ടിൽ അതായത് കോഴിക്കോട് ഓൾമോസ്റ്റ് 5:45 എത്തി. എന്നിട്ട് പുതിയ സ്റ്റാൻഡിൽ നിന്ന് നേരെ KSRTC സ്റ്റാൻഡിലോട്ട് പോയി. KSRTC സ്റ്റാൻഡിലെത്തിയപ്പോൾ നല്ല ചൂട്. അല്ലേലും ചൂടുണ്ട്, പക്ഷേ കർണാടക വെച്ച് നോക്കുമ്പം ചൂട് കുറവാണേ. കുറച്ച് നേരം AC വെയിറ്റിംഗ് റൂമിലിരുന്ന്. വെയിറ്റിംഗ് റൂമിൽ ഒരാൾക്ക് 20 രൂപ കൊടുത്താൽ മതി 1 മണിക്കൂറിന്. മടുത്തപ്പം ഒന്ന് ബസ് സ്റ്റാൻഡിലൂടെ നടന്ന് ഒരു ചായ വാങ്ങി കുടിച്ചു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും അവിടുന്ന് ചായ കുടിച്ചിട്ട് KSRTC സ്റ്റാൻഡിൽ പോയിട്ട് KSRTC കയറി. KSRTC സ്റ്റാൻഡ് പഴയതിനെക്കാട്ടിൽ അലമ്പായ പോലെ തോന്നി. വൃത്തിയുടെ കാര്യത്തിലൊന്നും അത്ര അങ്ങോട്ട് പോരാന്ന് തോന്നി. പോട്ടെ, സാരല്ല. എനിക്കിപ്പോൾ ഒരു കർണാടക വൈബ് പിടിച്ചതാണോ അല്ലെ എനിക്കിപ്പോൾ ഒരു കർണാടക ചായ ഉണ്ടോയെന്ന് ഞാൻ തന്നെ എന്നിട്ട് സ്വയം ആലോചിച്ച്. അങ്ങനെ കുന്നമംഗലത്ത് നിന്ന് മുക്കത്തോട്ട് പോവാണ്. അങ്ങനെ മുക്കത്തിറങ്ങി അവിടുന്ന് ഒരു ചായ കൂടി കുടിച്ച് ബേക്കറിയാണ് ഞാൻ അവിടുന്ന് ആ ചായ കുടിച്ച്. അപ്പോൾ ജസ്റ്റ് കാണിച്ചതാ. സാധാരണ കയറുന്ന ഹോട്ടൽ തുറന്നിട്ടില്ലേനും. അങ്ങനെ വീണ്ടും ബസ്സിൽ കയറി. സാൻസ് ബസ് പണ്ട് തൊട്ടേ ഉള്ള ബസ്സാണ്. അതിലിതാ നമ്മുടെ റിയൽ കേരള സ്റ്റോറി, പള്ളിയും അമ്പലവും എല്ലാം. അങ്ങനെ അതിലിതാ തിരുവമ്പാടിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയുള്ള മുഴുവൻ കാഴ്ചകളൊന്നും എടുത്തിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ തോന്നും ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് എടുക്കും. ഇത് കണ്ടപ്പോൾ എന്തായാലും എടുക്കണം എന്ന് തോന്നി, അപ്പോൾ എടുത്തു. എനിക്കല്ലേലും ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ചുവപ്പാണേ. ചുവപ്പ് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആണെന്ന് എനിക്ക് തന്നെ തോന്നലുണ്ട്. എന്നിട്ട് തിരുവമ്പാടിയായിട്ട് ഓട്ടോ വിളിച്ചപ്പോൾ ഓട്ടോ ചേട്ടൻ ചോദിച്ചു എന്നോട്, പവിത്രൻ്റെ മോളല്ലേന്ന്. ഞാൻ അതേന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോയിൽ കയറി വീട്ടിലോട്ട് പോവാണ്. പോകുമ്പം ഭയങ്കര ആങ്സൈറ്റി. പിന്നെ ഞാനിങ്ങനെ വരുന്ന വഴി വിചാരിച്ചു, ഓരോ തവണ വീട്ടിൽ ചെല്ലുമ്പോഴും വീടിൻ്റെ ഇൻറ്റീരിയറിൽ അച്ഛൻ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടാകും. ഇപ്രാവശ്യം എന്ത് മാറ്റമാണ് വരുത്തിയത്? പക്ഷേ വന്നിട്ട് അങ്ങനെ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും ഞാനിങ്ങനെ വിചാരിച്ചാണ് പോകുന്നത്. പോരാത്തതിന് എന്താ കഴിക്കാൻ ഉണ്ടാവുക എന്ന് വിചാരിച്ചു. പക്ഷേ വിശപ്പങ്ങ് ചത്ത മാതിരിയായിരുന്നേ. കഴിക്കാനുള്ളൊരു മൂഡ് പോയ പോലെ. അത്തേന് ഒരു കുപ്പി വെള്ളം വാങ്ങിയത് അതേപോലെ കയ്യിലിരിപ്പുണ്ട്. അത് ഇനി വീട്ടിൽ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച്. വീട്ടിലേക്ക് തിരുവമ്പാടി ടൗണിൽ നിന്ന് 2 കിലോമീറ്ററാണ് ദൂരം. മുൻപ് 50 രൂപയായിരുന്നു ഓട്ടോയ്ക്ക്. ഇപ്പോൾ 55 വാങ്ങിയുള്ളൂ. പക്ഷേ 60 രൂപ വാങ്ങുന്ന ഓട്ടോക്കാർ ഞാൻ ഇതിനു മുന്നേ വന്നപ്പോൾ വരെ ഉണ്ടായിരുന്നു. മൂപ്പര് എന്നെ അറിയുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു 55 രൂപ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 60 രൂപ കൊടുത്തിട്ട് 5 രൂപ കൈ വെച്ചോന്ന് പറഞ്ഞപ്പോൾ ഇല്ല എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് 5 രൂപ കൂടെ തിരിച്ചു തന്നു. എന്തായാലേ എല്ലാ ഓട്ടോക്കാരും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ കൊതിച്ചുപോയി. കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇതല്ല കേട്ടോ വീട്, ഇത് അടുത്ത വീടാണ്. ഇതാണ് വഴി വീട്ടിലോട്ടുള്ള. ഇത്ര വലിയ വീടൊന്നുമല്ല, ഒരു സാധാരണ വീടാണ്. എല്ലാവർക്കും അറിയാം ഞാനൊന്ന് വരുന്നത്, അതുകൊണ്ട് അത്ര സർപ്രൈസ് ഇട്ടൊന്നുമല്ല. പക്ഷേ സാധാരണ ഞാൻ അങ്ങനെ പറയാതൊക്കെ വരാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം പറഞ്ഞിട്ടാണ് വരുന്നത്. വേഗം വീട്ടിൽ ചെന്ന് വല്ലതും കഴിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു പോകുന്നത്. അടുത്ത് പോയോണ്ട് ചെന്നപാടെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അതേപോലെ കരു ഉമ്മർത്തുണ്ടാവുമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ കരുവിനെ ഉമ്മർത്തൊന്നും കണ്ടില്ല. കാര്യം മനസ്സിലായത് പിന്നെ വീടിനകത്തോട്ട് കയറി ചെന്നപ്പോഴേ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലായിരുന്നു. തിരക്കിട്ട് ചെന്നെങ്കിലും ഓരോ കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയൊരവസ്ഥയിലല്ലായിരുന്നു ഞാൻ. എനിക്ക് ആകെ ക്ഷീണമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അവരുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നില്ല. ഇതാണ് എൻ്റെ വീട്. വീട്ടിൽ അച്ഛനും അമ്മയും അച്ഛനും ആണുള്ളത്. അതല്ലാണ്ട് പിന്നെ ഞാനാണുള്ളത്. ഞാൻ പക്ഷെ എപ്പോഴും ഒന്നും വീട്ടിൽ ഉണ്ടാവാറില്ല. വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും അടുക്കളയിലാണേ. അമ്മയും അച്ഛനും ഓരോ പണിയിലും, അച്ഛൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു. കണ്ടു, എല്ലാവരോടും സംസാരിച്ചു. പിന്നെ പുതിയ അതിഥിയാണെന്നും പറഞ്ഞിട്ട് 2 പേരെ പരിചയപ്പെടുത്തി തന്നു. അതുപോലെ ഇപ്പോഴും വീട്ടിൽ ഒരുപാട് പൂച്ചയുണ്ട്. ഏകദേശം 5-6 എണ്ണം. ഇതിൽ 2 പേരെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കാര്യം പറഞ്ഞാൽ ഈ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും പൂച്ച സ്നേഹിയാണ്. അച്ഛന് മാത്രം പൂച്ചനെ വലിയ ലൈക്കില്ല. അല്ലാത്ത ഭംഗിയാ പൂച്ചനെ കാണാമെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. എനിക്കെന്തോ അതുകൊണ്ട് തന്നെ പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് പിന്നെ ഞാനും കരു ഓരോന്ന് പറഞ്ഞിരുന്നു.